ഹലോ, അസ്സാം വലൈക്കും. ഇഷ്വാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഞാൻ ഇന്നൊരു മൈലാഞ്ചി വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തുടങ്ങി. ഇനി പുറത്തുനിന്നൊന്നും മൈലാഞ്ചി വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ മൈലാഞ്ചി നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ കാപ്പിപ്പൊടി വെച്ചിട്ടാട്ടോ മൈലാഞ്ചി ഉണ്ടാക്കണം. ഞാൻ ആദ്യമൊക്കെ ചായപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ കാപ്പിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, കാപ്പിപ്പൊടി, പഞ്ചസാര കേട്ടോ. മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, 4 ഭാഗം. എന്നിട്ടൊരു നടുവിലൊരു ഗ്ലാസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഒന്ന് ആവിക്ക് വെക്കുക. എന്നിട്ടൊരു കനത്തിന് എന്തെങ്കിലും കയറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്ര വെള്ളമായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതാ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ ഒരു കുപ്പിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നഖത്തിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടിയാണ് ഇതിലൊന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയോണ്ടാട്ടോ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നത്. അപ്പോൾ പെരുന്നാൾക്ക് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലൊന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ഇട്ട് നോക്കട്ടോ. 2 പ്രാവശ്യമെങ്കിലും ഇട്ട് നോക്കണം, അപ്പോഴേ നല്ല ചോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.